അജിംസിന് ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒരു ദിവസം രാവിലെ പിണറായി വിജയൻ്റെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ റോഡിൽ ഉടനീളം പ്രതിരോധം ഒരുക്കിയ പാർട്ടിയും പ്രവർത്തകരുമാണ് ഞങ്ങളുടേത്. അത് രാഷ്ട്രീയമായ പിന്തുണയാണ്. അയാൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് കൊടുക്കുന്ന പിന്തുണയാണ്. പക്ഷേ ആ പിന്തുണ സ്വകാര്യ കാര്യങ്ങളിൽ ഒരാളുടെ സ്വകാര്യ പ്രവർത്തികളുടെ ഭാരം വഹിക്കേണ്ട ബാധ്യത ഒരു സംഘടനയ്ക്കും ഇല്ലാന്നേ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് വളരെ വളരെ വ്യക്തമാണ്. ഞാൻ കൃത്യമായി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്ന് രാഹുൽ മാങ്കൂട്ടം പോകുന്ന വാഹനത്തിൽ റോഡിലേക്ക് ചാടി വീണ് പ്രതിരോധം ഉയർത്തിയ പാർട്ടിയും പ്രവർത്തകരാണെങ്കിൽ ഇന്ന് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സ്ത്രീകളുടെ റോട്ടിലെ വഴിമുടക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ ഇരകളായ സ്ത്രീകൾ സംസാരിക്കുന്നത് ബഹുമാനത്തോടുകൂടി കേൾക്കും, അവർക്ക് അർഹിക്കുന്ന ആദരവും അന്തസ്സും കൊടുക്കും. അവരെ അപമാനിക്കുന്ന ഒരു നീക്കത്തെയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് കേരളത്തിലെ UDFന്റെ പാർലമെന്ററി പാർട്ടിയുടെ നേതാവ്, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അസന്നിഗ്ധമായി പറഞ്ഞു. അത് സൈബർ അണികൾക്ക് മാത്രമല്ല, ഒരു MP സംസാരിച്ചപ്പോൾ പോലും പൊളിറ്റിക്കലി ഇൻകറക്റ്റായ പ്രയോഗങ്ങൾ ഉണ്ടാകരുതെന്ന് അടിവരയിട്ട് അദ്ദേഹം പറഞ്ഞു. ഇന്ന് തന്നെ താങ്കൾ ഈ സംഭാഷണം തുടങ്ങുമ്പോൾ പറഞ്ഞത് എന്താ? ഇന്ന് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമാണ് ഞങ്ങളുടെ പാർട്ടിയിലെ സ്ത്രീ നേതാക്കൾ അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ, അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളാണ്. KPCCയുടെ മാധ്യമ വിഭാഗത്തിൻ്റെ ചുമതലയുള്ള അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ് അവരവരുടെ അഭിപ്രായം കൃത്യമായി രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇവിടെ CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ PK ശ്രീമതി അധ്യക്ഷനായ ഒരു സമിതി ഈ PK ശശിയുടെ കാര്യത്തിലെടുത്ത നിലപാട് നമുക്കറിയാലോ. P ശശിയുടെ കാര്യത്തിൽ, അതുപോലെ മുകേഷിന്റെ കാര്യത്തിലൊക്കെ അവിടെ അവരുടെ സ്ത്രീ നേതാക്കൾക്ക് അവരുടെ അഭിപ്രായം അനൂപ് നേതൃതലത്തിൽ ഓക്കെയാണ്. പക്ഷെ ഫേസ്ബുക്ക് തുറക്കാൻ പറ്റുന്നില്ല. ഇന്ന് അല്പം മുമ്പ് ഞാൻ കണ്ടൊരു പോസ്റ്റ് എന്താണെന്ന് അറിയാമോ? യൂറോപ്പിൽ നിന്ന് ഇവിടെ എത്തി വളഞ്ഞ വഴിയിൽ അധികാരത്തിലെത്താൻ ശ്രമിക്കുന്ന ഒരുത്തി, യൂദാസ് എന്നൊക്കെയാണ് വിളിക്കുന്നത്, അസഭ്യം പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകൾ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ എനിക്ക് തോന്നുന്നത്, എനിക്ക് എന്റെ അറിവ് ശരിയാണെങ്കിൽ സൈബർ രംഗത്ത് കോൺഗ്രസിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീക്കെതിരെയാണ് ഈ ആരോപണം. അല്പം മുമ്പ് കണ്ടാണ് ഞാൻ. അല്ല, ഒരിക്കലുമില്ല. ഇവിടെ സൈബർ രംഗത്ത് പറയുന്ന ഒരു ആൾക്കൂട്ട സ്വഭാവം, ഒരു മോബ് ലിഞ്ചിങ്ങിന്റെ സ്വഭാവം പല പാർട്ടിയുടെ അണികളാണെങ്കിൽ അവർ വെച്ച് പുലർത്താറുണ്ട്. അതൊന്നും പാർട്ടിയുടെ ആധികാരികമായ അഭിപ്രായമല്ലാന്നേ. പാർട്ടി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആധികാരികമായി അഭിപ്രായം പറഞ്ഞ ഒരു MP പോലും തിരുത്തി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. അങ്ങനെ പറയാനേ പാടില്ല. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് വളരെ പ്രാഥമികമായ പ്രതികരണം പ്രതിപക്ഷ നേതാവിന്റെ വന്നു കഴിഞ്ഞു. ഞാൻ പറയുന്നത് എന്താ, ഇവിടെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ രാഷ്ട്രീയമായ നിലപാട്, ഇത്തരം ആരോപണം ഉയർന്ന ഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒഴിവാക്കി. ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഒരു കുറ്റാരോപിതൻ എന്നുള്ള നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് പറയാനുള്ളത് പറയാം, അത് പാർട്ടി കേൾക്കും. പക്ഷേ പാർട്ടി കേൾക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രമല്ല, തീർച്ചയായും ഈ ഇരകളായ സ്ത്രീകളുടെ പരാതി കേൾക്കും. അതുപോലെ ഈ പാർട്ടിക്കകത്ത് ഇന്ന് ശബ്ദമുയർത്തിയ ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും ദീപ്തി മേരി വർഗീസും അടക്കമുള്ള സ്ത്രീകളുടെ അഭിപ്രായവും ഈ പാർട്ടി പരിഗണിക്കുന്നേ. ഈ സ്ത്രീകൾ, ഈ നേതാക്കന്മാർ, ഷാനിമോൾ ഉസ്മാൻ ആയാലും അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ആയാലും ദീപ്തി മേരി വർഗീസ് ആയാലും അവരവരുടെ സ്വകാര്യ ജീവിതവും പൊതുജീവിതവും എത്രയോ വർഷങ്ങളായി ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഇപ്പോഴും അർഹമായ പ്രതിഫലം കിട്ടാതെ ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളുകളാണ്. ആ പാർട്ടിക്കകത്ത് അവർ അഭിപ്രായം പറയുമ്പോൾ അവരുടെ അഭിപ്രായത്തിന് അർഹിക്കുന്ന അന്തസ്സ് ഈ പാർട്ടി കൊടുക്കും. അവരെ കേൾക്കും. അവർക്ക് ഈ പാർട്ടിക്കകത്ത് അഭിപ്രായം പറയാൻ കഴിയുന്ന, ഈ പാർട്ടിയിൽ തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഈ പാർട്ടി സൃഷ്ടിക്കും. ഈ പാർട്ടി ഒരു കൺസൾട്ടേഷൻ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുക. ഒരു കാര്യം ഞാൻ അജിംസിനോട് പറയാം, കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കാത്ത മാതൃകാപരമായ നിലപാടാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. FIR പോലും ഇടാത്ത കേസിനകത്ത് അതിന്റെ പരമാവധി ഔപചാരികമായ ഒരു പരാതി പോലുമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് മാറ്റി നിർത്തിയത് ആ പരാതികൾ വരാൻ പോകുന്നില്ല എന്നറിഞ്ഞിട്ടും. പക്ഷേ മറ്റ് ചില പരാതികൾ അത് നിങ്ങളുടെ പാർട്ടിക്കകത്ത് തന്നെയാണ്. അങ്ങനെ പരാതികളുണ്ട് എന്ന ഉറച്ച ബോധ്യത്തിലാണ് ഇത്ര ശക്തമായ നിലപാടെടുക്കുന്നത്. അല്ലാതെ ധാർമ്മികത കൊണ്ടൊന്നുമല്ല. ധാർമ്മികത മുൻനിർത്തി അയാളെ മാറ്റി നിർത്തുന്നു. അങ്ങനെ MLA സ്ഥാനം അപ്പോഴേ മാറ്റണം. ധാർമ്മികതയൊന്നുമല്ല. നിങ്ങൾക്കകത്ത് പുറത്തു പറയാൻ പറ്റാത്ത അത്ര പരാതികൾ നേതൃത്വത്തിന് മുന്നിലുണ്ട്. ഒരു പ്രശ്നം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ അജിംസെ,
അങ്ങ് ധാർമ്മികതയല്ല എന്ന് പറയുമ്പോൾ ധാർമ്മികത തന്നെയാണെന്ന് ഈ ഫ്ലോറിൽ ഞാൻ ഊന്നി പറയും. ഈ പറയുന്ന പരാതി താങ്കൾ പറഞ്ഞല്ലോ, കണ്ണൂർ ജില്ലയിൽ CPM-ന്റെ ഏറ്റവും ഉന്നതനായ നേതാവ് കർഷക സംഘത്തിന്റെ സെക്രട്ടറി ആയിരുന്ന CKP പത്മനാഭന്റെ മകളുടെ കാര്യത്തിൽ P ശശിക്കെതിരെ പരാതി പറഞ്ഞപ്പോൾ പരാതിക്കാരനായ CKP പത്മനാഭൻ പുറത്തുപോയി. ആരോപണ വിധേയനായ നേതാവ് ഇന്ന് അധികാരത്തിന്റെ ഉന്നതമായ പദവിയിലിരിക്കുന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസും നിയന്ത്രിക്കുന്ന ഈ പറയുന്ന ആളാ. അപ്പോൾ അങ്ങ് ഏകപക്ഷീയമായി അത്തരം തീർപ്പിലെത്തരുത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു, രാജി ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് MN വിജയൻ പറഞ്ഞെങ്കിൽ കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി നടപ്പിലാക്കിയതിലൂടെ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുള്ള രാജി നടപ്പിലാക്കിയതിലൂടെ ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന് ഞങ്ങളുടെ പാർട്ടി തുടക്കം കുറിച്ചു എന്ന് ഈ ഫ്ലോറിലിരുന്ന് ആധികാരികമായി അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും.